യൗസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ യൗസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ ആലോചന നടത്തിയത് ദൈവത്തോടാണ്. മറ്റാരോടെങ്കിലുമാണ് യൗസേപ്പിതാവ് ആലോചന നടത്തിയിരുന്നതെങ്കിൽ യൗസേപ്പിതാവിന് ലഭിക്കേണ്ട ഉത്തരം മറ്റൊന്നായിരുന്നു. യൗസേപ്പിതാവിനോട് ദൂതൻ പറയുന്നുണ്ട്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവനാമത്തിൽ നാം ആരംഭിച്ച പവിത്രമായ വിവാഹ ബന്ധങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തോട് ആലോചിക്കാതെ ആലോചന മനുഷ്യരോട് മാത്രം ആകുന്നത് കൊണ്ടാണ്. ഭർത്താവിൻ്റെ പോരായ്മകളെക്കുറിച്ച് പരാതി പറയുന്ന ഒരു മകളോട്, അല്ലെങ്കിൽ ഭാര്യയുടെ പോരായ്മകളെക്കുറിച്ച് പരാതി പറയുന്ന മകനോട് മാതാപിതാക്കളും സുഹൃത്തുക്കളും പറയുന്നത് എന്താണ്? എല്ലാം അവസാനിപ്പിച്ച് നീ തിരിച്ചു പോരുക, നിനക്ക് ഒരാളെ കണ്ടെത്തി തരാമെന്നാണ്. ഭാര്യയുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച്, ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നത് എന്താണ്? നീ അവളെ അല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക, നല്ലൊരു പെൺകുട്ടിയെ ഇനിയും നിനക്ക് കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ നല്ലൊരു ആൺകുട്ടിയെ ഇനിയും നിനക്ക് കിട്ടുമെന്നാണ്. അവനെയോ അവളെയോ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. ആകയാൽ ദാമ്പത്യ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടാവുമ്പോൾ ആലോചനയ്ക്ക് നമ്മൾ ആദ്യം ചെല്ലേണ്ടത് നമ്മുടെ ദൈവത്തോടാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം.